ഇന്ന് നമുക്ക് മഞ്ചിഷ്ടയുടെ ഫേസ് ക്രീം ഉണ്ടാക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്രീമാണ്. ഞാൻ ഇതിലധികം സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാനിത് ചെറിയൊരു ഓൾട്രേഷൻ ഇതിന് മുൻപ് ഇട്ട ബേബി ഓട്സ് ബേബി ക്രീമിൻ്റെ ഒരു ഓൾട്രേഷൻ വരുത്തിയിട്ടാണ് ഇത് ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് ഇതിൻ്റെ ഫോമുല ഇട്ടേക്കാം. ഇതിൽ ഞാൻ മഞ്ചിഷ്ട ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്ലിസറേറ്റ് ആയിട്ടാണ്. ഗ്ലിസറേറ്റിൽ ഞാൻ മഞ്ചിഷ്ടയുടെ പൗഡർ ഇട്ട് വെച്ചിട്ട് ഇതാണ് എൻ്റെ മഞ്ചിഷ്ടയുടെ ഗ്ലിസറേറ്റ്. ഇത് നമുക്ക് ലാസ്റ്റും ചേർത്ത് കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. മഞ്ചിഷ്ട അങ്ങനെ ഹീറ്റ് സെൻസിറ്റീവ് ഒന്നുമല്ല, അതുകൊണ്ട് നമുക്ക് ഇത് ഡയറക്റ്റ് ആദ്യം ഞാൻ ഗം ഇട്ടു. സോളാ ഗം, ഒരേ ഗമ്മുകളും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടെക്സ്ചർ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. കാരണം നമ്മൾ സാന്താൻ ഗം, സോളാ ഗം, അങ്ങനെ പല പല ഗമ്മുകളുണ്ട്, ഗുവാർ ഗം. അപ്പോൾ ഈ ഗമ്മുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ഇത് മാറുന്നതായിട്ട് കാണാം. നമ്മുടെ സാന്താൻ ഗം എന്ന് പറയുന്നത് ഇത്തിരി സ്റ്റിക്കി പോലെയാണ്, പക്ഷേ ഈ ഗം എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗമ്മാണ്. അതിനനുസരിച്ച് വിലയിലും വേരിയേഷൻ വരും. അപ്പോൾ ഞാൻ പിന്നെ എടുത്തത് ഒലീവിയം 1000 ആണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ ചെറിയൊരു ടെക്സ്ചർ വേരിയേഷനും അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ എളുപ്പത്തിനും വേണ്ടി എല്ലാത്തിലും ചെയ്യുന്ന പോലെ തന്നെ സെറ്റൈൽ ആൽക്കഹോളും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വളരെ ചെറിയ പെർസെൻറ്റേജാണ് ഞാൻ ഓയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഓയിൽ ഇതിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. കൊക്കോ കാപ്രിലേറ്റും സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഒലിവ് ഓയിലും ആണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾ കസ്റ്റമൈസേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർന്ന ഓയിലുകൾ, നിങ്ങൾക്ക് എന്താണോ ഫേസിന് പ്രോബ്ലം അതിന് പറ്റിയ ഓയിലുകൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലാസ്മ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ റോസ് ഹിപ്പ് ഓയിൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ ക്യാരറ്റ് ഓയിൽ, അതുപോലെ ഫ്രാങ്കിൻസെൻസ് ഒത്തിരി നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുന്തിരികത്തിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. അത് ഇങ്ങനത്തെ ഓയിലുകളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ സീബക്തോൺ സീഡ് ഓയിലും സീബക്തോൺ ഫ്രൂട്ട് ഓയിലും ഇത് രണ്ടും ഭയങ്കര. അതുപോലെ നമ്മുടെ ബ്ലാക്ക് ജീരകയില്ലേ അതിൻ്റെ ഓയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഫക്റ്റീവായിട്ട് തോന്നുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിൽ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് നമുക്ക് ഈ എസെൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എസെൻഷ്യൽ ഓയിൽ ഞാൻ പറഞ്ഞല്ലോ, കുന്തിരികത്തിൻ്റെ ഓയിൽ ഈ മെലാസ്മ പിഗ്മെൻറ്റേഷനൊക്കെ ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലാവൻഡർ ഓയിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ നീരോളി എന്ന് പറയുന്ന ഓയിലും എസെൻഷ്യൽ ഓയിലാണ്. ഞാനതൊക്കെ പറഞ്ഞത് എസെൻഷ്യൽ ഓയിൽ, നീരോളിയും ഒത്തിരി നല്ലതാണ്. നീരോളി എന്ന് പറയുന്നത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ച് ഉണ്ടാകുന്ന പൂവുണ്ടല്ലോ, ഓറഞ്ച് ബ്ലോസം, അതിൽ നിന്ന് എടുക്കുന്നതാണ് ഈ നീരോളി എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഒരു പ്രത്യേക ഒരു സ്ട്രോങ് സ്മെല്ലാണ്. അതുപോലെ ജെറേനിയം ഇതുപോലെ നല്ലതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്കിന്ന് പെട്ടെന്ന് പീൽ ഓഫ് ചെയ്ത് നല്ലൊരു സ്കിൻ റീജനറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ആദ്യം വാട്ടർ ബേസ് പ്രിപ്പയർ ചെയ്തു. അതായത് വാട്ടർ 78% ഞാനിതിൽ വാട്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഞാൻ മറ്റേ ഓട്സ് ബേബി ക്രീമിൽ ഞാനൊരു 73 വരെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 78. പിന്നെ ഗമ്മ് ഞാനിതിൽ 0.10 ആഡ് ചെയ്തിട്ടുള്ളൂ. മറ്റേതിൽ ഞാൻ 30 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മഞ്ചിഷ്ടയുടെ ഗ്ലിസറേറ്റ് ഞാനിതിൽ 3.75. അത് നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ. മഞ്ചിഷ്ടയുടെ ഇത് മറ്റേ ഗ്ലിസറേറ്റ് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 to 8% വരെ നമുക്കിതിൽ കൂട്ടാം. ഓക്കെ. പിന്നെ ഓട്സ് ഇതിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒലിവിയം, അപ്പോൾ അത് ഇത് എല്ലാം വാട്ടർ ബേസാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒലിവിയം, സെറ്റൈൽ ആൽക്കഹോൾ, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, കൊക്കോ കാപ്രിലേറ്റ്, ഒലിവ് ഓയിൽ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് എടുത്തിട്ട് അത് ഒരു 71 ഒലിവിയം 1000 ചൂടായിട്ട് അത് നന്നായിട്ട് മെൽറ്റായി വരുള്ളൂ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ചൂടാറി, അതായത് ഓയിൽ ബേസ് നമ്മൾ വാട്ടറിലേക്ക് ഒഴിക്കണം. അങ്ങനെ ഇളക്കി നമ്മൾ അതൊന്ന് ഒരു കൂളിംഗ് ഒരു 45-50 റേഞ്ചിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് നമ്മളിത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കരുത്. പതുക്കെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ബബിൾസ് ഫോം ചെയ്യും. അപ്പോൾ നമ്മുടെ ക്രീമിലിങ്ങനെ അത് കൂടിച്ചേരാത്ത പോലെ കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആവണം. ഞാനിതിൽ പ്രിസർവേറ്റീവ് ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ ഫിനോക്സിയത്തനോളാണ്. നിങ്ങൾക്ക് എന്നിട്ട് പ്രിസർവേറ്റീവ് കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് വൈറ്റമിൻ ഇ, അതുപോലെ ഫ്രാഗ്രൻസ് ഓയിൽ ഒരെണ്ണവും, പിന്നെ ലാങ്കിയില്ലേ നമ്മുടെ അതിൻ്റെ എസെൻഷ്യൽ ഓയിലും. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് എസെൻഷ്യൽ ഓയിലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ എസെൻഷ്യൽ ഓയിലുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിനേക്കാൾ കൂടുതൽ അറിവ് നിങ്ങൾക്ക് ഏതൊക്കെ ഹെർബ്സ് എന്തിനാണ് സ്കിൻ പ്രോബ്ലംസ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. കാരണം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നാട്ടിൽ അവൈലബിൾ ആയതുകൊണ്ട് അതൊക്കെ ട്രൈ ചെയ്തും അതിൻ്റെ റിസൾട്ട് കിട്ടിയവരും എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ പലരും പറയണ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ
എത്ര രീതിയിലുള്ള ഇതുപോലെയുള്ള ചെടികളുടെയും പൂക്കളുടെയും ഇലയുടെയും ഒക്കെ ഇതെടുത്തിട്ട് നല്ല നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ ഇതിന് മുന്നിട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് ഗ്ലിസറേറ്റ് ഉണ്ടാക്കിയെടുക്കാം, ഹെർബൽ ടീ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ പല ട്രയൽ നടത്തിയിട്ട് സക്സസ് ആയ കാര്യങ്ങൾ വേണം നമ്മൾ ഈ ക്രീമുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് മറ്റേതിനേക്കാളും ഒന്നും കൂടി തിന്നായിട്ടുള്ളൊരു ഇതാണ്, വളരെ തിന്നായിട്ടാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 78% ആണ് ഇതിലെ വാട്ടർ. അപ്പോൾ അതുപോലെയുള്ള അത് നോർമൽ സ്കിന്നുകാർക്ക് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല ഓയിൽ കണ്ടൻറ്റ് കൂടുതലെടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പിന്നെ അവർക്കത് ഇതുപോലെ ചൂട് കാലത്തായാലും ഇതുപോലെയുള്ള ക്രീമുകൾ അല്ലെങ്കിൽ ലോഷൻസ് ആയിരിക്കും നല്ലത്. ഇത് നമ്മൾ ഞാൻ രണ്ടും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണതാണ്, പറഞ്ഞു തരുന്നതാണ്. കണ്ടോ, തിക്നെസ് നല്ല ഡിഫറൻസ് ഉണ്ട്. മുന്നുണ്ടാക്കിയ ബേബി ക്രീമിൻ്റെ തിക്നെസ് ഒരുവിധം നല്ല തിക്കാണ്. കണ്ടോ, പെരട്ടുമ്പോൾ നമുക്കറിയാം. മറ്റേത് വളരെ ലൈറ്റായിട്ടുള്ളൊരു ക്രീമാണ്. ഇതാണ് നമ്മുടെ ഫോമുല. ഇതിൽ നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ചിഷ്ടയുടെ ടീ ഉണ്ടാക്കാം. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ട പോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഹെർബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്രീമുകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.